പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിന്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിലൂടെ ഒന്ന് വെളിപ്പെടുവാൻ ഇടവന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ സാക്ഷികളായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ച് കടന്നു പോകാൻ ഇടയാകണം. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തൻ്റെ സാക്ഷിയായിക്കൊണ്ട് കടന്നു വരാൻ വേണ്ടി ദൈവം സ്നാപക യോഹന്നാനെ ആദ്യം ലോകത്തിലേക്ക് അയച്ചു. അതിനുശേഷമാണ് യേശുവിനെ ലോകത്തിലേക്ക് അയക്കുവാനിട വന്നത്. എന്നാൽ സ്നാപക യോഹന്നാനെ അയക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം നിശ്ചയിച്ചു. യേശുവിന് മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞത് പ്രകാരമാണ് സ്നാപകനെ ലോകത്തിലേക്ക് അയച്ചത്. സ്നാപകൻ വന്ന് യേശുവിനെ കുറിച്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാണ് ജോർദാനിൽ എല്ലാവരെയും സ്നാനപ്പെടുത്തിയത്. സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം യേശുവിൻ്റെ ആ സാന്നിധ്യം അവര് അനുഭവിക്കണമെന്നാണ് സ്നാപകൻ വിചാരിച്ചത്. അങ്ങനെ അനുഭവിക്കാൻ തക്കവണ്ണം യേശുവിനെ പറയുക, എൻ്റെ പിന്നാലെയുള്ളവൻ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നൊക്കെയാണ് യേശുവിനെ കുറിച്ച് പറയാൻ ഇടവന്നത്. ആദ്യം സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു ആന്ത്രയോസും യോഹന്നാനും. ഇവർ രണ്ടുപേരെയും സ്നാപക യോഹന്നാനാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് ശിഷ്യന്മാരും കേട്ടു. ആരെക്കുറിച്ചാ പറഞ്ഞത്? യേശുവിനെ കുറിച്ച്. അവർ യേശുവിന്റെ കൂടെ യേശുവിനെ അനുഗമിക്കുവാൻ ഇടയാകുന്നത് കാണാൻ കഴിയും. അവർ യേശുവിന്റെ കൂടെ വരുന്നത് കണ്ടപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? റബി, ഗുരു, ഞങ്ങൾ അന്വേഷിക്കുന്ന അങ്ങേ തന്നെയാണ്. അപ്പോൾ യേശു പറയാണ്, വന്നു കാണുക. നമ്മൾ അന്വേഷിക്കുവാൻ വേണ്ടി അവന്റെ സന്നിധിയിൽ തീരുമാനിച്ചോ? യേശു നമ്മെ വിളിക്കും യേശുവിന്റെ അടുക്കലേക്ക്. നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് അന്വേഷിക്കുന്നവർ യേശുവിനെ കണ്ടെത്തും. മുട്ടുന്നവർ ദൈവം അവർക്ക് തുറന്നു കൊടുക്കും. ചോദിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്നാപകൻ അവന്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയാനിട്ട് വന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ഏറ്റവും വലിയ ശുശ്രൂഷയാണ് യേശുവിനെ കുറിച്ച് നമ്മളൊന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമോ? ജാതികളോട് പറയാം. യേശുവിനെ കുറിച്ച് നമുക്ക് ലോകത്തിലുള്ളവരോടൊക്കെ പറയാം. ഒരു മടിയും കൂടണ്ട, മടിയും കാണിക്കണ്ട. യേശുവിനൊരു സാക്ഷിയായി നീ ജീവിക്കുകയാണെങ്കിൽ നിന്നെ യേശു കരുതിക്കൊള്ളു. ഞാൻ യേശുവിന്റെ നാമത്തെ ഉയർത്തിയാൽ, യേശു പറയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നിങ്ങൾ ഉയർത്തി പറഞ്ഞാൽ പിതാവിന്റെ സന്നിധി ദൂതന്മാരുടെ മുമ്പിലും ഞാനും നിങ്ങളെ ഉയർത്തും. കർത്താവിനെ നമുക്ക് ഒന്ന് സാക്ഷ്യം വഹിക്കുവാൻ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, യെരൂശലേമിലും
ശമരിയായിലും ആ ഭൂലോകത്തിലൊക്കെയും നിങ്ങൾ എൻ്റെ സാക്ഷിയായി തീരും. ഒരു സാക്ഷിയാകണ്ടേ? ഫിലിപ്പോസ് ഒരു സാക്ഷിയായി തീർന്നു. മോശയും പ്രവാചകന്മാരും പറയപ്പെട്ട തിരുവെഴുത്ത് കണ്ടെത്തി യേശുവിനെ. ശമരിയക്കാരി സ്ത്രീ ഒരു സാക്ഷിയായി. നമ്മൾ യേശുവിന് ഒരു സാക്ഷിയായാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കൃപ കിട്ടിയെങ്കിൽ നമ്മളാണ് ഭാഗ്യവാന്മാർ. ലോകത്തിൽ എന്തെല്ലാം നേടിയോ അതിനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നല്ലൊരു സാക്ഷിയായി, കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മകനായി, എൻ്റെ കർത്താവിനെ കണ്ടനുഭവിക്കുന്നവരായി ജീവിക്കാൻ കർത്താവെ, ഈ ഒരു ദിവസം എനിക്ക് നീ തന്ന ഭാഗ്യം, നിന്റെ നാമം മറ്റുള്ളവരോട് പറയത്തക്ക വിധം എന്നെ ഒരുക്കണമേ, ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.